ഇവരുടെ ആ ഒരു ഇമിഗ്രേഷൻ കാണിച്ചിട്ടുള്ള ജേണിയൊക്കെ വളരെയധികം പെട്ടെന്ന് കാണിച്ചു വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നിട്ട് ഇവർ അനുഭവിക്കുന്ന കുറെ കഷ്ടപ്പാടുകളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഇതിനിടയിലുള്ള പല കാര്യങ്ങളും കുറച്ചും കൂടിയും നമുക്ക് ഫീൽ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സർവൈവൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ കുറെ കൂടി കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. സെക്കൻഡ് ഹാഫിൽ പലയിടത്തും ഒരു ഇമോഷണൽ കണക്ഷൻ മിസ്സിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ആ ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു സിനിമയുടെ ഒരു ലെറ്റ് ഡൗൺ ആയിട്ട് തോന്നിയത്. ആൻഡ് ഇപ്പൊ ഈവൻ ഈ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ഓർത്തു വെക്കാൻ ഉണ്ടാക്കാവുന്ന കുറെ മൊമെന്റ്സുകൾ മിസ് ചെയ്ത ഒരു അവസ്ഥയായിരുന്നു ഡങ്കിക്ക്. പിന്നെ പറയേണ്ടത് ഇവരുടെ ആ ഒരു പ്രായമായിട്ടുള്ള ചില സീനുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നൈസായിരുന്നു. കാരണം ഇവരുടെ ഇപ്പൊ SRKയുടെ ഒക്കെ ഒരു സൗണ്ട് മോഡുലേഷനും അതൊക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയി ആ ഭാഗത്തൊക്കെ. ഇപ്പോ ബൊമ്മൻ ഇറാനി അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ആ റോളുകളൊക്കെ അത്യാവശ്യം നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ തന്നെ വർക്കൗട്ടായി. ആൻഡ് ഓവറോൾ പടം കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ പടം എത്തിയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഈ ഒരു ഫസ്റ്റ് ഹാഫിലത്തെ ആ ഒരു സീൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ പല സീനുകളും, പ്രത്യേകിച്ച്